ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസുകളാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഫുൾ ടോപ്പിക് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റാണ്, അവർ ബാല്യകാലം മുതൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്നു. അപ്പം ഇവിടെ ആയിരുന്നു എന്ന് കേട്ടപ്പം നമുക്ക് മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം പണ്ട് മുതൽക്കേ ഉള്ള ഒരു കാര്യമാണ് പറയണത്, ബാല്യകാലം മുതൽക്കേ ഉള്ള ഒരു കാര്യം. അപ്പം എങ്ങനെ എഴുതാം? അവർ, ദേ. ബാല്യകാലം അല്ലെങ്കിൽ കുട്ടിക്കാലത്തിന് നമുക്ക് എങ്ങനെ പറയാം? ചൈൽഡ്ഹുഡ്. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് നമുക്ക് പറയാം ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം സുഹൃത്തുക്കൾ, കുറേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം. അപ്പം ആയിരുന്നു. അപ്പം എങ്ങനെ നമുക്കൊരു പാസ്റ്റ് ഫോമിലാക്കിയിട്ട് എഴുതാമെന്ന് നോക്കാം. അവർ, ദേ. അപ്പം ഇവിടെ ആയിരുന്നു എന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർ യൂസ് ചെയ്തു, വേർ. പിന്നെ ഒരു കാര്യം ഓർക്കുക, ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ദേ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ ദേ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ദേയുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? വേർ. വേർ എന്താ യൂസ് ചെയ്തത്? ആയിരുന്നു ആണ്. അപ്പം ആയിരുന്നു എന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ദേയുടെ കൂടെ വേണമെങ്കിൽ ആർ യൂസ് ചെയ്യാം. പക്ഷേ ആർ എന്ന് യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ഫോമിലാണ്. ഇത് പാസ്റ്റാണ്, ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. പ്രസൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യം പറയണമെങ്കിൽ നമുക്കിവിടെ ആർ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ പറ്റില്ല, ഇത് കഴിഞ്ഞു പോയ കാര്യമാവുന്നതുകൊണ്ട് പണ്ട് തൊട്ടേ ഉള്ള കാര്യം പറയാം ഇവിടെ. അതുകൊണ്ട് നമ്മൾ വേർ യൂസ് ചെയ്തു. ആറിൻ്റെ പാസ്റ്റ് ഫോമാണ് വേർ. അപ്പം ആറിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ വേർ ആക്കിയാണ് ഇവിടെ എഴുതിയത്, വേർ. പിന്നെ എന്തായിരുന്നു നമ്മൾ? ബെസ്റ്റ് ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് സിൻസ് യൂസ് ചെയ്തു? സിൻസ് യൂസ് ചെയ്യാൻ കാരണം എന്താ? ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബാല്യകാലം മുതൽ. എപ്പോൾ തൊട്ടാണെന്ന് പ്രത്യേകിച്ച് ഒരു സ്പെസിഫൈ പറയുന്നുണ്ട്. എപ്പോൾ തൊട്ടാ? അപ്പം സിൻസ് ചൈൽഡ്ഹുഡ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് സിൻസ് യൂസ് ചെയ്ത് എഴുതാം. സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ എങ്ങനെയാണ്? ദേ വേർ ബെസ്റ്റ് ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പം നമ്മളിവിടെ എന്താണ്, നമ്മൾ ആ പഴയ കാര്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആറിനെ, കഴിഞ്ഞു പോയ കാര്യം ഇതായതുകൊണ്ട് നമ്മൾ ആറിനെ കൺവേർട്ട് ചെയ്ത് വേറാക്കി. അപ്പോൾ ദേ വേർ. അപ്പം ആയിരുന്നു, ദേ വേർ ബെസ്റ്റ് ഫ്രണ്ട്സ് സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ് ദേ, വെർബ് എന്ന് പറയുന്നത് വേറാണ് വെർബ്. അപ്പം അവർ ബാല്യകാലം മുതൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു കഴിഞ്ഞു പോയ കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഞാൻ വേറെ എഴുതിയത്, ദേയുടെ കൂടെ വേറെ. അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ എനിക്ക് ദേ ആർ യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ ആറിനെ കൺവേർട്ട് ചെയ്താണ് ഇവിടെ വേറെ എഴുതിയത്. ദേ ഒരു പ്ലൂറൽ സബ്ജക്റ്റാണെന്ന് ഓർക്കുക. പിന്നെ വേറെ വെർബാണ്. പിന്നെ എപ്പോൾ തൊട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സിൻസ് യൂസ് ചെയ്തത്. അപ്പം ഇതെല്ലാം ഓർത്ത് വെച്ചേക്കുക, മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ സ്കൂൾ കഴിഞ്ഞ ശേഷം എപ്പോഴും ഒരുമിച്ച് കളിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഇവിടെ ക്ലിയർലി നിങ്ങൾക്ക് കാണാം കളിക്കുമായിരുന്നു. അപ്പം ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവർ. അവർ എന്ന് വെച്ചാൽ എന്താ? ദേ. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ ശേഷം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സ്കൂൾ കഴിഞ്ഞ ശേഷം. അപ്പം ആഫ്റ്റർ സ്കൂൾ. പിന്നെന്താ? എപ്പോഴും. എപ്പോഴും എന്താ ഇംഗ്ലീഷിൽ പറയണത്? ഓൾവേസ്. ഒരുമിച്ച്. ഒരുമിച്ച് നമുക്ക് എങ്ങനെ പറയാം? ടുഗദർ. കളിക്കുക. കളിക്കുക എന്ന് വെച്ചാൽ പ്ലേ. അപ്പം അവർ സ്കൂൾ കഴിഞ്ഞ ശേഷം എപ്പോഴും ഒരുമിച്ച് കളിക്കുമായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം എന്താ? അവർ. അവർ എന്ന് വെച്ചാൽ എന്താ? ദേ. ദേ. അപ്പം എപ്പോഴും. എപ്പോഴും എന്താ നമ്മൾ എഴുതേണ്ടത്? എപ്പോഴും ഓൾവേസ്. ദേ ഓൾവേസ്. എന്താണ് അവരെപ്പോഴും ചെയ്യുന്നത്? കളിക്കുക. കളിക്കുക. ഇവിടെ കളിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ കളിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്ലേ. അപ്പോൾ കളിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് പാസ്റ്റ് ഫോമിൽ എഴുതാം. പ്ലേ നമ്മൾ പ്ലേ പാസ്റ്റ് ഫോമിലാട്ടാക്കി എഴുതാം. പ്ലേയുടെ കൂടെ നമ്മൾ ഇ ഡി യൂസ് ചെയ്ത് നമ്മൾ പ്ലേയെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. പ്ലേ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ അതിനെ പാസ്റ്റ് ഫോമിലോട്ട് എങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇ ഡി യൂസ് ചെയ്തു. അപ്പോൾ പ്ലേ, ദേ ഓൾവേസ് പ്ലേഡ്. ഒരുമിച്ച്. ഒരുമിച്ചിന് നമ്മൾ എങ്ങനെ പറയണത്? ടുഗദർ. ടുഗദർ. ദേ ഓൾവേസ് പ്ലേഡ് ടുഗദർ. എപ്പോഴാ? അതിൽ പറയുന്നുണ്ട് എപ്പോഴാ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എപ്പം? സ്കൂൾ കഴിഞ്ഞ ശേഷം. അപ്പം നമുക്ക് എഴുതാം ആഫ്റ്റർ സ്കൂൾ. സ്കൂൾ കഴിഞ്ഞ ശേഷം. അപ്പം ദേ ഓൾവേസ് പ്ലേഡ് ടുഗദർ ആഫ്റ്റർ സ്കൂൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കറക്റ്റായിട്ട്. കാര്യം നമ്മളിവിടെ എന്താ പ്ലേയെ നമ്മൾ ഇ ഡി യൂസ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയത്? കാര്യം
കളിക്കുമായിരുന്നു. ഈ ഒരു സെൻറ്റൻസേ കഴിഞ്ഞു പോയൊരു കാര്യം, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലേയെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കി. അപ്പം ദേ ഓൾവേസ് പ്ലേ ടുഗദർ ആഫ്റ്റർ സ്കൂൾ. അപ്പം ഇവിടെ വേറെ ഒന്നിലും നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടില്ല. നമ്മളാകെ ചേഞ്ച് വരുത്തിയേക്കുന്നത് പ്ലേ എന്ന വേർഡിലാണ് ചേഞ്ച് വരുത്തിയത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ മുകളിൽ എഴുതാം ചെറുതായിട്ട്. ദേ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നതാണ് പ്ലേ ആണ് ഇവിടുത്തെ വെർബ്. ഇവിടെ ഞാൻ എഴുതിയേക്കാം പ്ലേഡ്. ഇപ്പം നമ്മൾ ഈഡ് യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോം ആക്കിയിട്ടുണ്ട്. അപ്പം പ്ലേഡ് ആണ് ഇവിടുത്തെ വെർബ്. പ്ലേ അല്ല, പ്ലേഡ് ആണ് വെർബ് ഇവിടുത്തെ. കാര്യം എന്താ? നമ്മൾ ഓൾറെഡി പ്ലേയെ പാസ്റ്റ് ഫോമിലോട്ടേക്ക് പ്ലേഡ് ആയിട്ടാണ് എഴുതുന്നത്. നമ്മൾ ജസ്റ്റ് പഠിച്ചതാണ് പ്ലേയുടെ പാസ്റ്റ് ഫോമാണ് പ്ലേഡ് എന്ന്. കാര്യം ഇത് നമ്മളൊരു കഴിഞ്ഞു പോയ ഒരു സെൻറ്റൻസിലാണ് എഴുതിയേക്കുന്നത്, അതുകൊണ്ട്. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്? അവർ സ്കൂൾ കഴിഞ്ഞ ശേഷം എപ്പോഴും ഒരുമിച്ച് കളിക്കുമായിരുന്നു. ദേ ഓൾവേസ് പ്ലേ ടുഗദർ ആഫ്റ്റർ സ്കൂൾ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, എല്ലാ വൈകുന്നേരവും റിയ അവളെ എങ്ങനെ വരയ്ക്കാമെന്ന് പഠിപ്പിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പഠിപ്പിച്ചു. അപ്പം ഇതൊരു കഴിഞ്ഞു പോയ കാര്യം നമുക്ക് മനസ്സിലായി. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം ഇംഗ്ലീഷിൽ? അപ്പം എല്ലാ വൈകുന്നേരവും. അപ്പം എങ്ങനെ എഴുതാം? എവറി ഈവനിങ്. വൈകുന്നേരം എന്ന് വെച്ചാൽ എന്താ? ഈവനിങ്. അപ്പം എല്ലാ വൈകുന്നേരവും ആയതുകൊണ്ട് എല്ലാം എന്നുള്ളിടത്ത് നമ്മൾ എവരി യൂസ് ചെയ്തു. എല്ലാ വൈകുന്നേരവും എവറി ഈവനിങ് റിയ അവളെ എങ്ങനെ വരയ്ക്കാം എന്ന് പഠിപ്പിച്ചു. അപ്പം എങ്ങനെ വരയ്ക്കാം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹൗ ടു ഡ്രോ എന്ന് നമ്മൾ എഴുതാം. എങ്ങനെ വരയ്ക്കാം, ഹൗ ടു ഡ്രോ. പിന്നെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ? ടീച്ച്. അപ്പം ഇവിടെ പഠിപ്പിച്ചു എന്നാണ്. അപ്പം നമ്മൾ ടീച്ചിൻ്റെ പാസ്റ്റ് ഫോം എഴുതിയിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? എന്താ എഴുതാൻ പോണേ? എല്ലാ വൈകുന്നേരവും റിയ അവളെ എങ്ങനെ വരയ്ക്കാം എന്ന് പഠിപ്പിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. എവറി ഈവനിങ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ വൈകുന്നേരവും. എവറി ഈവനിങ് നമുക്കൊരു കോമ ഇടാം. എന്നിട്ട് റിയ പഠിപ്പിച്ചു. റിയയാണ് പഠിപ്പിച്ചത്. അപ്പം ഇവിടെ പറയണത് എന്താ? പഠിപ്പിച്ചു. അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതാം? പഠിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ? ടീച്ച് എന്നല്ലേ. അപ്പം നമ്മൾ ടീച്ചിൻ്റെ പാസ്റ്റ് ഫോമാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. പാസ്റ്റ് ഫോം എന്താ? ടോട്ട്. TAUGHT ടോട്ട്. TAUGHT. ടീച്ചിൻ്റെ പാസ്റ്റ് ഫോമാണ് ടോട്ട്. അപ്പം എവറി ഈവനിങ് റിയ ടോട്ട് ഹർ. അപ്പം ഇവിടെ അവളെ ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെർ യൂസ് ചെയ്തു. അവളെ, ഹെർ, എങ്ങനെ വരയ്ക്കാമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹെർ ഹൗ ടു ഡ്രോ. എങ്ങനെ വരയ്ക്കാം, ഹൗ ടു ഡ്രോ. എവറി ഈവനിങ് റിയ ടോട്ട് ഹെർ ഹൗ ടു ഡ്രോ. എല്ലാ വൈകുന്നേരവും റിയ അവളെ എങ്ങനെ വരയ്ക്കാം എന്ന് പഠിപ്പിച്ചു. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എന്താണ് ചേഞ്ച് വരുത്തിക്കുന്നത്? ഒരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മാറ്റിയത്? നമ്മളെന്താ? ടീച്ചിനെ നമ്മൾ ടോട്ടാക്കി മാറ്റി. ടീച്ചിൻ്റെ പാസ്റ്റ് ഫോം ടോട്ട് നമ്മൾ എഴുതി. പിന്നെന്താ? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് റിയ. പിന്നെ ടോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെർബാണ്. ടോട്ടാണ് വെർബ്. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ ഓർത്തിരിക്കുക, ഇതിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ടീച്ചിനെയാണ് ഇവിടെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയത്. വേറെ ചേഞ്ചസ് ഒന്നും ഈ സെൻറ്റൻസിൽ വരുത്തിയിട്ടില്ല. നമ്മൾ ടീച്ചിൻ്റെ ടോട്ടാക്കിയപ്പോഴേ ഈ ഒരു സെൻറ്റൻസ് കഴിഞ്ഞു പോയൊരു കാര്യമായി മാറി. അപ്പം നമ്മൾ ഇവിടെ എഴുതാം. ഇവിടെ ജസ്റ്റ് എഴുതിയേക്കാം. നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ്? ടീച്ചിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. എന്താണ് ആക്കിയത്? ടോട്ട് എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പം ഇവിടെ വേറൊരു ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടില്ല. ഈ ഒറ്റ ചേഞ്ചസേ വരുത്തിയിട്ടുള്ളൂ, പാസ്റ്റ് ഫോം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ നമ്മളിവിടെ എഴുതിയത്? എല്ലാ വൈകുന്നേരവും റിയ അവളെ എങ്ങനെ വരയ്ക്കാം എന്ന് പഠിപ്പിച്ചു. എവറി ഈവനിങ് റിയ ടോട്ട് ഹെർ ഹൗ ടു ഡ്രോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൾ എല്ലാ ദിവസവും പരിശീലിച്ചു. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, പരിശീലിച്ചു. അപ്പം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ എന്ന് വെച്ചാൽ ഷീ. എല്ലാ ദിവസവും നമ്മൾ എങ്ങനെ പറയാം? എവറി ഡേ.
പരിശീലിക്കുക. പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. അപ്പം ഇവിടെ പരിശീലിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് ഈ സെൻറ്റൻസ് എഴുതാം. അവൾ എല്ലാ ദിവസവും പരിശീലിച്ചു. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ, അവൾ, ഷീ പരിശീലിക്കുക. പരിശീലിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്രാക്ടീസ്. പരിശീലിക്കുക എന്ന് വെച്ചാൽ പ്രാക്ടീസ് എന്നാണ്. പക്ഷേ ഇവിടെ പരിശീലിച്ചു, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ പ്രാക്ടീസിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഡി യൂസ് ചെയ്തപ്പോൾ പാസ്റ്റ് ഫോമായി. പ്രാക്ടീസ്ഡ്. ഷീ പ്രാക്ടീസ്. നമ്മളിവിടെ വേറെ ഒന്നും വരുത്തിയിട്ടില്ല, ചേഞ്ച്. ഡി യൂസ് ചെയ്തു. അപ്പം ഡി യൂസ് ചെയ്തപ്പോഴത്തേന് പ്രാക്ടീസിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഷീ പ്രാക്ടീസ്ഡ്. അവൾ എല്ലാ ദിവസവും പരിശീലിച്ചു. ഷീ പ്രാക്ടീസ്ഡ് എവ്രി ഡേ. എല്ലാ ദിവസവും. എവ്രി ഡേ. ഷീ പ്രാക്ടീസ്ഡ് എവ്രി ഡേ. അവൾ എല്ലാ ദിവസവും പരിശീലിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയേക്കാം. നമ്മളിവിടെ എന്ത് മാറ്റി ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ചേഞ്ച് വരുത്തിയത് കഴിഞ്ഞു പോയൊരു കാര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയേ? നമ്മൾ പ്രാക്ടീസിനെ കൺവേർട്ട് ചെയ്ത് പ്രാക്ടീസ്ഡ് ആക്കി. അപ്പം പാസ്റ്റ് ഫോമിലോട്ടാക്കി. പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് ഫോമാണ്. ഒരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഡി യൂസ് ചെയ്തു. അപ്പം പ്രാക്ടീസ്ഡ് എന്നായി. അപ്പം അവൾ എല്ലാ ദിവസവും പരിശീലിച്ചു. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഷീ സബ്ജക്റ്റും വെർബ് എന്ന് പറയുന്നതാണ് പ്രാക്ടീസ്ഡ് ആണ് ഇവിടുത്തെ വെർബ്. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഒന്നാം സമ്മാനം നേടി. അപ്പം നേടി എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം നമുക്ക്? അവൾ, ഷീ. അപ്പം ഇവിടെ ഒന്നാം സമ്മാനം എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഫസ്റ്റ് പ്രൈസ്. അപ്പം നേടുക. നേടുക എന്ന് വെച്ചാൽ എന്താ? വിൻ. അപ്പോൾ ഇവിടെ നേടി എന്നാണ്. അപ്പോൾ നമ്മൾ വിന്നിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അവൾ ഒന്നാം സമ്മാനം നേടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. ഷീ. അപ്പം നേടുക. നേടുക എന്ന് വെച്ചാൽ എന്താ? വിൻ. അപ്പം നമ്മളിവിടെ വിന്നിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. വിന്നിൻ്റെ പാസ്റ്റ് ഫോം എന്താ? വോൺ. WON. വോൺ. അപ്പം വിന്നിൻ്റെ പാസ്റ്റ് ഫോമാണ് വോൺ. ഷീ വോൺ. എന്താണ്? സമ്മാനം. ഒന്നാം സമ്മാനം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ വോൺ ദ ഫസ്റ്റ് പ്രൈസ്. ഒന്നാം സമ്മാനം. ഫസ്റ്റ് പ്രൈസ്. അവൾ ഒന്നാം സമ്മാനം നേടി. ഷീ വോൺ ദ ഫസ്റ്റ് പ്രൈസ്. ഷീ വോൺ ദ ഫസ്റ്റ് പ്രൈസ്. അപ്പം ഇവിടെ നമ്മൾ വരുത്തിയ ചേഞ്ച് എന്താ? ഇതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വരുത്തിയ ചേഞ്ച് എന്താ? വിന്നിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വോണാക്കി. അപ്പം ഇതൊരു പാസ്റ്റ് ഫോമായി. വിൻ എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോമാണ്. ആ പ്രസൻറ്റ് ഫോമിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ. ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബാണ് വോൺ. വോണാണ് വെർബ്. അപ്പം ഇത് ടോട്ടലി ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അവൾ ഒന്നാം സമ്മാനം നേടി. ഷീ വോൺ ദ ഫസ്റ്റ് പ്രൈസ്. അപ്പം ഇവിടെ ഈ വിൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമും പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം. പാസ്റ്റ് ഫോമാണ് വോൺ. അപ്പം അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എല്ലാവരും അവൾക്കായി കൈയടിച്ചു. അപ്പം ഇതും കൈ അടിച്ചു. അപ്പം കഴിഞ്ഞു പോയൊരു കാര്യമാണ്, ഇപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. അപ്പം ഇതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. എല്ലാവരും. എല്ലാവരും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയണത്? നമ്മൾ എവ്രി വൺ. അപ്പം അവൾക്കായി. അപ്പം ഇവിടെ അവൾക്കായി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹെർ യൂസ് ചെയ്യാം. ഹെർ. കൈ അടിക്കുക. കൈ അടിക്കുക എന്ന് വെച്ചാൽ എന്താ? ക്ലാപ്പ്. അപ്പോൾ ഇവിടെ കൈ അടിച്ചു എന്നാണ്. അപ്പം നമ്മൾ ക്ലാപ്പിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതണം. നമ്മൾ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ് എഴുതാൻ പോണത്. അപ്പോൾ എല്ലാവരും അവൾക്കായി കൈ അടിച്ചു എന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എല്ലാവരും നമുക്ക് എങ്ങനെ എഴുതാം? എവ്രി വൺ. എവ്രി വൺ. എല്ലാവരും അവൾക്കായി കൈയടിച്ചു. അപ്പോൾ കൈ അടിച്ചു. അപ്പോൾ കൈ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാപ്പ്. അപ്പോൾ നമ്മൾ ക്ലാപ്പിനെ ഇവിടെ പാസ്റ്റ് ഫോമിലോട്ടാക്കുന്നു. ED യൂസ് ചെയ്തിട്ട് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ക്ലാപ്ഡ്. അപ്പം എവ്രി വൺ ക്ലാപ്ഡ്. അവൾക്കായി. അപ്പോൾ അവൾക്കായി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ ഹെർ. എവ്രി വൺ ക്ലാപ്ഡ് ഹെർ. എവ്രി വൺ ക്ലാപ്ഡ് ഫോർ ഹെർ. നമ്മളിവിടെ ഫോർ യൂസ് ചെയ്തു. അവൾക്കായി. അപ്പോൾ എവ്രി വൺ ക്ലാപ്ഡ് ഫോർ ഹെർ. എല്ലാവരും അവൾക്കായി കൈയടിച്ചു. അപ്പം ഇവിടെ നമ്മൾ
കൈ അടിക്കുക എന്ന് പറയുന്നത് എന്താ, ക്ലാപ്പാണ്. അപ്പം നമ്മൾ ഈ ക്ലാപ്പിനെ ഇവിടെ പാസ്റ്റ് ഫോമിലോട്ടാക്കി ക്ലാപ്ഡാക്കി യൂസ് ചെയ്തിട്ട് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. നമ്മൾ CLAP ക്ലാപ്പിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് CLAPPED ആക്കി, ക്ലാപ്ഡ് പാസ്റ്റ് ഫോമിലോട്ടാക്കി. കാണാൻ പറ്റുന്നുണ്ടോ? പാസ്റ്റ് ഫോമിലോട്ടാക്കി ക്ലാപ്പിനെ കൺവേർട്ട് ചെയ്ത്. ക്ലാപ്പ് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് ഫോമാണ്. ഈ പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. കാര്യം എന്താ, കാര്യം ഈ ഒരു സെൻറ്റൻസ് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം കഴിഞ്ഞു പോയ കാര്യം പണ്ടത്തെ കാര്യമാണ്. പണ്ടത്തെ ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളായിരിക്കും, എല്ലാവരും ക്ലാപ്പ് അടിച്ചു. അപ്പം എങ്ങനെയായാലും ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ക്ലാപ്പിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ക്ലാപ്ഡാക്കി. എല്ലാവരും അവൾക്കായി കൈയടിച്ചു. എവ്രി വൺ ക്ലാപ്പ് ഫോർ ഹെർ. എവ്രി വൺ ക്ലാപ്പ് ഫോർ ഹെർ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് എവ്രി വൺ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ ചെറുതായിട്ട് സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നതാണ് ക്ലാപ്ഡ് ആണ് ഇവിടുത്തെ വെർബ്. നെക്സ്റ്റ് പോയിന്റ്, അവൾ വളരെ സന്തോഷിച്ചു. അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം? സന്തോഷിക്കുക എന്ന് വെച്ചാൽ എന്താ, ഹാപ്പി. അവൾ, ഷീ. വളരെ, വളരെ എന്ന് പറഞ്ഞാൽ എന്താ, വെരി. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴും മനസ്സിലായി, സന്തോഷിച്ചു എന്ന് കേട്ടപ്പോഴും മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ വളരെ സന്തോഷിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ. അപ്പം സന്തോഷിക്കുക, നമ്മൾ സന്തോഷിക്കുക എന്ന് വെച്ചാൽ ഹാപ്പി. ഇവിടെ സന്തോഷിച്ചു എന്നാണ്, അപ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതേണ്ടത്? നമ്മൾ ബിക്കം, നിങ്ങൾക്കറിയാം ബിക്കം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ബിക്കമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ബിക്കെയിം ആക്കുന്നു. ബിക്കെയിം ഒരു പാസ്റ്റ് ഫോം ആക്കുന്നു. ഷീ ബിക്കെയിം വളരെ, വളരെ എന്ന് വെച്ചാൽ വെരി. ഷീ ബിക്കെയിം വെരി ഹാപ്പി. സന്തോഷിക്കുക, ഹാപ്പി. ഷീ ബിക്കെയിം വെരി ഹാപ്പി. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? നമ്മൾ ബിക്കമിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി ബിക്കെയിം ആക്കി. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഒരു ബ്രാക്കറ്റിൽ എഴുതാം, BECOME. ഈ ബിക്കം എന്നതൊരു പ്രസൻറ്റ് ഫോമാണ്. ഈ പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു കഴിഞ്ഞു പോയ കാര്യം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ബിക്കമിനെ നമ്മൾ ബിക്കെയിം ആക്കും. ബിക്കെയിം. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ചേഞ്ച് വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊരു വേറൊരു ഫോമിൽ എഴുതാം. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതി? ഷീ ബിക്കെയിം വെരി ഹാപ്പി എന്നല്ലേ, കാര്യം അവൾ വളരെ സന്തോഷിച്ചു. അപ്പം നമുക്ക് വേറൊരു ഫോമിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ വാസ് വെരി ഹാപ്പി എന്ന് നമുക്ക് എഴുതാം. ഷീ വാസ് വെരി ഹാപ്പി. അതിപ്പോൾ ഇതിൻ്റെ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമായിരിക്കാം. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റിയത്? ഷീ വാസ് വെരി ഹാപ്പി എന്നും പറഞ്ഞു. നമുക്ക് ഷീ ബിക്കെയിം വെരി ഹാപ്പിക്ക് പകരം ഷീ വാസ് വെരി ഹാപ്പി എന്ന് നമുക്കിവിടെ എഴുതാം. കാര്യം ഈസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കിയാണ് വാസ് എഴുതുന്നത്. ഈസ്. അപ്പോൾ ഈസിനെ നമ്മൾ വാസ് ആക്കി കഴിഞ്ഞ് അപ്പോൾ അതൊരു പാസ്റ്റ് ഫോമായി. അപ്പം ഷീ വാസ് വെരി ഹാപ്പി എന്ന് നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് ഷീ ബിക്കെയിം വെരി ഹാപ്പി. ഷീ ബിക്കം വെരി ഹാപ്പി എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. ആ ബിക്കമിനെ നമ്മൾ മാറ്റി ബിക്കെയിം ആക്കി. ഇപ്പോൾ ഞാൻ വേറൊരു സെൻറ്റൻസിൽ എഴുതാൻ പറഞ്ഞ എന്താ, ഷീ വാസ് വെരി ഹാപ്പി. അപ്പോൾ ഈ വാസ് സെയിം ഇതേപോലെ തന്നെ നമ്മളിവിടെ ഈസിനെ കൺവേർട്ട് ചെയ്ത് വാസ് ആക്കിയിട്ട് ഇവിടെ എഴുതാം. ഷീ വാസ് വെരി ഹാപ്പി. അവൾ വളരെ സന്തോഷിച്ചു. ഷീ വാസ് വെരി ഹാപ്പി. അല്ലെങ്കിൽ ഷീ ബിക്കെയിം വെരി ഹാപ്പി. അവൾ വളരെ സന്തോഷിച്ചു. ഷീ ബിക്കെയിം വെരി ഹാപ്പി എന്നാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. ബിക്കെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും അതും ഇതുങ്ങളെല്ലാം കൂടെ പറയുമ്പോൾ കൺഫ്യൂഷൻ തോന്നും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഇവിടെ പറയാം, നമ്മളിവിടെ എഴുതി എന്താ, ഷീ ബിക്കെയിം വെരി ഹാപ്പി, അത് ഓർത്ത് വെച്ചേക്കുക. മറ്റേത് ഞാൻ പറഞ്ഞത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, എല്ലാവരും അവളോട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. എല്ലാവരും, എവ്രി വൺ. അപ്പോൾ അവളോടെന്ന് ഉള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഹെർ. അവളെന്ന് വെച്ചാൽ ഷീ. അവളോട് നമുക്ക് ഹെർ എന്ന് യൂസ് ചെയ്ത് എഴുതാം. അപ്പം എന്താ പറഞ്ഞത്? കൺഗ്രാജുലേഷൻ പറയല്ലോ. അപ്പം കൺഗ്രാറ്റ്സ് പറഞ്ഞു, പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പം നമ്മൾ സേയെ പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതാം. അപ്പോൾ എല്ലാവരും അവളോട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. എല്ലാവരും, എവ്രി വൺ. അവളോട്, എല്ലാവരും അവളോട് പറഞ്ഞു. പറയുക എന്ന് വെച്ചാൽ എന്താ? സേ ആണല്ലോ. സേ, പറയുക, സേ. ആ സേയെ നമ്മൾ കൺവേർട്ട് ചെയ്ത്
എന്താക്കാൻ പോവാണ്? നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാണ് എഴുതിയത്. സെയ്ഡ്, SAID, സെയ്ഡ്. എവ്രി വൺ സെയ്ഡ്. എന്താ പറഞ്ഞത്? കൺഗ്രാറ്റ്സ്. ആർക്ക്? അവളോട്. കൺഗ്രാറ്റ്സ് ടു ഹെർ. അവളോട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ടു ഹെർ യൂസ് ചെയ്തു. അവളോട്, ടു ഹെർ. എവ്രി വൺ സെയ്ഡ് കൺഗ്രാറ്റ്സ് ടു ഹെർ. എല്ലാവരും അവളോട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ചേഞ്ച് വരുത്തി. എന്താ നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? പറയുക എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു എന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം എഴുതി, സെയ്ഡ്. അപ്പം ഇവിടെ ഞാൻ എഴുതാം. നമ്മൾ സേയെ കൺവേർട്ട് ചെയ്ത് സെയ്ഡാക്കി. സേ എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോമാണ്. ആ പ്രസൻറ്റ് ഫോമിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ട് എഴുതിയത്, സെയ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. അപ്പം എവ്രി വൺ സെയ്ഡ് പാസ്റ്റ് ഫോം സെയ്ഡ്. സേ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എവ്രി വൺ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എവ്രി വൺ. അപ്പോൾ വെർബ് എന്താ? സെയ്ഡ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പം എങ്ങനെ നമ്മൾ പഠിച്ചത്? എല്ലാവരും അവളോട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. എവ്രി വൺ സെയ്ഡ് കൺഗ്രാറ്റ്സ് ടു ഹെർ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.